ആരോഗ്യമേഖല ശരശയ്യയിൽ. ഈ ഏതാനും വർഷങ്ങളായി, അതായത് രണ്ടാം പിണറായി ഗവൺമെൻറ് ഭരണത്തിലെത്തിയതിന് ശേഷം, ആദ്യമൊക്കെ നമുക്കറിയാമായിരുന്നു ശരിക്ക് കോവിഡിൻ്റെ പിടിയിലായിരുന്നു സംസ്ഥാനം. അതുകൊണ്ട് ശരിക്ക് ശരശയ്യയിലായിരുന്നു. ആ ശരശയ്യയിൽ നിന്ന് കരകയറേണ്ട സമയമായിട്ട് പോലും പറ്റിയില്ല. വീണ്ടും വീണ്ടും ശരശയ്യയിലേക്ക് തന്നെ വീണുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ആരോഗ്യമേഖലയെ സംബന്ധിച്ച് നാം കാണുന്നത്. ആദ്യമൊക്കെ നമ്മൾ കേട്ടിരുന്നു, അതായത് കാരുണ്യ ബെനവളൻ സ്കീം, അതായത് ഇപ്പോഴത്തെ കാരുണ്യ ആരോഗ്യ പദ്ധതി. ഈ കാരുണ്യ ആരോഗ്യ പദ്ധതിയിൽ നിന്ന് സ്വകാര്യ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകളും ആശുപത്രികളും പിന്മാറുന്നു. കാരണം അവർക്ക് കാരുണ്യ സ്കീമിൽ ചെലവഴിച്ച അവരുടെ കയ്യിൽ നിന്നെടുത്ത് രോഗികൾക്ക് നടത്തിയ സർജറി, മറ്റതുപോലുള്ള ചികിത്സ, ഇതിൻ്റെ ഒന്നും പണം ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടില്ല. കാരുണ്യ ലോട്ടറി നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈ കഴിഞ്ഞ വർഷം തന്നെ 12,686 കോടി സംഭരിച്ചു കാരുണ്യ ലോട്ടറി വഴി. എന്നിട്ട് പോലും അവർക്ക്, അതായത് ഈ കാരുണ്യ സ്കീമിൽപ്പെട്ട ഹോസ്പിറ്റൽസിൻ്റെ കുടിശ്ശിക കൊടുക്കാൻ പണം ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കിടക്കുന്നതുകൊണ്ട് അവരൊക്കെ പിൻവലിയുന്നു എന്ന് പറഞ്ഞ് ധാരാളമായിട്ട് ചർച്ചകൾ നടക്കാറുണ്ട്. പക്ഷേ ഗവൺമെൻറ് അതൊന്നും കേട്ട മട്ടുപോലും നടിക്കാറില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും നമുക്ക് ഈ ആരോഗ്യമേഖലയെപ്പറ്റി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. കാരണം അത്ര വീണ് കിടക്കുകയാണ് ആരോഗ്യമേഖല. അവിടെ ഇപ്പോൾ പാറ്റ, മൂട്ട, എലി, ചിലപ്പോഴൊക്കെ പാമ്പ്, ഒന്ന് രണ്ട് സ്ഥലത്തു നിന്ന് നമ്മൾ പാമ്പ് രോഗിയെ കടിച്ചതായിട്ടും കൂട്ടിരിപ്പുകാരെ കടിച്ചതായിട്ടും ഒക്കെയുള്ള റിപ്പോർട്ടുകൾ പത്രങ്ങളിലൊക്കെ വന്നിരുന്നു. അപ്പോൾ ആ തരത്തിൽ കിടക്കുകയാണ് ആരോഗ്യരംഗം. അങ്ങനെ കിടക്കുന്ന ആരോഗ്യരംഗം ഇപ്പോൾ നമുക്കറിയാം, കാത്ത് ലാബ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ 2 കാത്ത് ലാബാണ് ഉണ്ടായിരുന്നത്. അതിലൊന്ന് പൂട്ടിക്കെട്ടിയിട്ട് ഏതാനും ആഴ്ചകൾ, ഒരുപക്ഷെ ഒരു മാസമോ ഒരു മാസത്തിലധികമോ ആയി. എന്ന് വെച്ചാൽ ഹാർട്ട് രോഗങ്ങളുമായിട്ട്, ഹൃദയ രോഗങ്ങളുമായിട്ട് വരുന്നവരെ ചികിത്സിച്ചിരുന്ന മേഖലയാണ് കാത്ത് ലാബ്. അപ്പം അതിന് ആൻജിയോപ്ലാസ്റ്റി മുതലുള്ള എല്ലാത്തരം സർജറികളും ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കാത്ത് ലാബ് ആവശ്യമാണ്. പക്ഷേ 2 ഉണ്ടായിരുന്നതിൽ 1 മാറ്റി വെച്ചു, പൂട്ടിക്കെട്ടി, പ്രായം കടന്നുപോയി. അതായത് യൂസ്ലെസ്, ഔട്ട്ഡേറ്റഡ് ആയെന്നല്ല, ശരിക്കും പറഞ്ഞാൽ കാലഹരണപ്പെട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് മാറ്റി വെച്ച് കളഞ്ഞു. അത് വീണ്ടും പുതിയതൊന്ന് റീപ്ലേസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ നമുക്ക് അറിഞ്ഞുകൂടാ, ഇതുവരെ റീപ്ലേസ് ചെയ്തിട്ടില്ല. ഇനി ഒരു കാത്ത് ലാബേ ഉള്ളൂ. അതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് അതും കണ്ടറിയണം. അതും ഈ കാലഹരണപ്പെടാറായതായിരിക്കണം. അതൊക്കെ പോട്ടെ. അതായത് ഇപ്പോൾ നമുക്കിവിടെ എത്ര ആശുപത്രികളുണ്ട്? പേരൂർക്കട മാതൃക ജില്ലാ ആശുപത്രിയാണ്, പിന്നെ ജനറൽ ആശുപത്രിയുണ്ട്, അതുകൂടാതെ തന്നെ ഫോർട്ട് താലൂക്ക് ആശുപത്രി, ഇങ്ങനെയുള്ള നഗരത്തിലെ സർക്കാർ ആശുപത്രികൾ. ഈ നഗരത്തിലെ സർക്കാർ ആശുപത്രികളിൽ തന്നെ ആശുപത്രിയോട് ചേർന്നുള്ള മെഡിക്കൽ ഷോപ്പിൽ മരുന്നുകൾ കിട്ടാനില്ല. എന്തുകൊണ്ടാണ് മരുന്നുകൾ കിട്ടാനില്ലാത്തത്? കാരണം മെഡിക്കൽ കോർപ്പറേഷൻ ഒരുപാട് കുടിശ്ശികയാണ് മരുന്ന് സപ്ലൈ ചെയ്യുന്ന കമ്പനികൾക്ക് കൊടുക്കാനുള്ളത്. അങ്ങനെ മരുന്ന് സപ്ലൈ ചെയ്യുന്ന കമ്പനികൾ കുടിശ്ശിക കൊണ്ട് പൊറുതി മുട്ടിയത് കാരണം കൊണ്ട് ഇപ്പോൾ മരുന്ന് സപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ ഈ വരുന്ന രോഗികൾ എന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ നിന്ന് ഫ്രീ ആയിട്ടോ മരുന്ന് കൊടുക്കുന്നില്ല. ഇനി മരുന്ന് അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ മെഡിക്കൽ അവിടെ നിന്ന് തന്നെ വാങ്ങിക്കാം എന്ന് വിചാരിച്ചാൽ അവിടെയും മെഡിസിൻ കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ആ മെഡിസിൻ നോക്കി അവർ പുറത്തു പോയി മേടിക്കുമ്പോൾ അതിനും കൂടുതൽ വില കൊടുക്കേണ്ടി വരുന്നു. ഇനി അതൊക്കെ പോകട്ടെ, ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും അവസ്ഥയോ? ഡോക്ടർമാരും നേഴ്സുമാരും എണ്ണത്തിൽ കുറവാണ്. രോഗികളുടെ എണ്ണം കൂടുന്നു, പക്ഷേ ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും എണ്ണം കുറയുന്നു. ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ ഇവിടുത്തെ ആശുപത്രികളെ പറ്റി കേൾക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതായത് ഇനി OP ടിക്കറ്റ് തന്നെ 500-ൽ അധികം പേര് സാധാരണക്കാരായ പേഷ്യൻസ് വരുന്ന ആശുപത്രിയാണ് ജനറൽ ആശുപത്രി തന്നെ. അവിടെ തന്നെ OP ടിക്കറ്റ് എടുക്കാൻ 3 കൗണ്ടറാണ്. 500 പേര് സാധാരണക്കാരാണ്. പിന്നെയും അവിടെ ധാരാളം പേര് വരും, നേരത്തെ വന്നു പോയിരുന്നവർ, അങ്ങനെ പലരും വീണ്ടും കാണാൻ വരുന്നവർ, അങ്ങനെ ധാരാളം. പുതുതായിട്ട് തന്നെ 500 പേരോളം വരും. അപ്പോൾ അവർക്കൊക്കെ OP ടിക്കറ്റ് എടുത്തേ പറ്റുള്ളൂ. അങ്ങനെ OP ടിക്കറ്റ് എടുക്കാൻ 3 കൗണ്ടറുകളാണുള്ളത്. ആ 3 കൗണ്ടറുകളിൽ തന്നെ വളരെ നേരം ക്യൂ നിന്നൊക്കെ വേണം. പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയാണ് വീൽ ചെയറുകൾ, ട്രോളി, ഇതൊക്കെ എല്ലാം കാലഹരണപ്പെട്ടതുമാണ് അവയൊക്കെ തന്നെ. അതുപോലെ തന്നെയാണ് ഈ പുതുതായിട്ട് വരുന്ന രോഗികൾക്ക് രജിസ്റ്റർ ചെയ്യണമല്ലോ. അങ്ങനെ രജിസ്ട്രേഷൻ കൗണ്ടർ ഒരു കുടിസ് ആയിട്ടുള്ള സ്ഥലത്താണ് രജിസ്ട്രേഷൻ കൗണ്ടർ.
ഈ കുടുസായിട്ടുള്ള സ്ഥലത്ത് പോയി രജിസ്റ്റർ ചെയ്യാൻ വളരെ ചിലപ്പോൾ മണിക്കൂറുകൾ തന്നെ നിൽക്കേണ്ടി വരും. ഇപ്പോൾ രക്തപരിശോധനയൊക്കെ നടത്താനാണെങ്കിൽ രജിസ്ട്രേഷൻ നടത്തി രക്തപരിശോധനയ്ക്ക് വേണ്ടി അവിടെ മണിക്കൂറുകളോളം നിൽക്കേണ്ടി വരും ക്യൂവിൽ. ഇരിക്കാനുള്ള സാധ്യതകൾ പോലുമില്ല. ഇനി ഒന്ന് മൂത്രം ഒഴിക്കണമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഒന്ന് വെള്ളം കുടിക്കണമെന്ന് വിചാരിച്ചു, ഇതിനുള്ള യാതൊരു സൗകര്യങ്ങളുമില്ല. മൂത്രം ഒഴിക്കാൻ പോയാൽ അവിടെ ബക്കറ്റില്ല, ആ ബാത്റൂമിൽ വെള്ളമില്ല, മൂക്ക് പൊത്താതെ അകത്ത് കയറാൻ പറ്റില്ല. ഏതെങ്കിലും ഇല്ലാത്ത രോഗം, അവർ കൊണ്ടുവന്നതിനേക്കാൾ വലിയ രോഗം അവിടെ നിന്ന് കിട്ടത്തക്ക രീതിയിലാണ് ഇരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇതൊക്കെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ജനറൽ ആശുപത്രിയിലുമാണെന്ന് ഓർക്കണം. അപ്പോൾ നമ്മൾ ഓർക്കണം, ഇതാണ് തിരുവനന്തപുരത്തെ ക്യാപിറ്റൽ സിറ്റിയിലെ അവസ്ഥ. മന്ത്രി ഓഫീസിൻ്റെ തൊട്ട് മുന്നിലുള്ള അവസ്ഥ ഇതാണ് എങ്കിൽ കുറച്ച് ദൂരേക്ക് മാറി, അതായത് സംസ്ഥാനത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ, അതുപോലെ ട്രൈബൽ ഏരിയകളിൽ, വയനാട് പോലെയോ ഇടുക്കി പോലെയുള്ള ദൂരപ്രദേശങ്ങളിൽ ഇവിടുത്തെയൊക്കെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ അത്ര കുത്തഴിഞ്ഞ്, അത്ര നോക്കാനും അന്വേഷിക്കാനും ആളില്ലാതെ, അതുപോലെ ഈ പറയപ്പെട്ട ഇൻവെസ്റ്റ് ചെയ്യാൻ പണമില്ല. അതാണ് ഫിസ്ക്കൽ ക്രൈസിസ് അത്ര രൂക്ഷമാണ് സംസ്ഥാനത്ത്. അതുമൂലമാണ് ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കപ്പെടാതെ ഇങ്ങനെ കിടക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ അതായത് നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് ഓർക്കാം, ഓപ്പറേഷൻ കഴിഞ്ഞ് വന്ന് കിടക്കുന്ന പിന്നെ അബോധാവസ്ഥയിൽ കിടക്കുന്ന രോഗിയെ റേപ്പ് ചെയ്യുന്ന കേസസ് ഉണ്ട്, അതുപോലെ പഞ്ഞി വെച്ച് തുന്നിക്കെട്ടുന്ന കേസസ് ഉണ്ട്. അങ്ങനെ എന്തെല്ലാം കേസസ് ഇങ്ങനെ ഇത്ര വഷളായി, ഇത്ര മോശമായി, ദയനീയമായ രീതിയിൽ ആരോഗ്യരംഗം അധപ്പതിച്ചു പോയ, അതുകൊണ്ടാണ് ശരശയ്യയിൽ എന്ന് ഞാൻ പറഞ്ഞത്. ഒരു കാലഘട്ടം ഇതിനു മുൻപ് എൻ്റെ ഓർമ്മയിലില്ല, അത്രയ്ക്ക് മോശമാണ്. തിരുവനന്തപുരത്ത് തന്നെ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ 55 വർഷത്തോളമായി എൻ്റെ അനുഭവം ഇവിടെയൊന്നും ഇത്രയ്ക്ക് മോശമായ ഒരവസ്ഥയിൽ ഈ മെഡിക്കൽ കോളേജോ മറ്റ് ആശുപത്രികളോ കണ്ടിട്ടേയില്ല. അപ്പോഴാണ് വേറൊരു വളരെ ശ്രദ്ധേയമായ കാര്യം കൂടി നാം കേൾക്കേണ്ടി വരുന്നത്. കാരുണ്യ പദ്ധതിയിലും വ്യാജൻ വരുന്നു അത്രേ. എന്താണ് ഈ കാരുണ്യ പദ്ധതി എന്ന് നമുക്കറിയാം. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു. കാരുണ്യ ബെനവളൻ സ്കീം, അതായത് 2012 മാണി സാർ ധനമന്ത്രിയായിരിക്കെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തുടങ്ങിയതാണ്. പിന്നെ കാരുണ്യ ലോട്ടറി വഴിയായിട്ട് കാരുണ്യ ബെനവളൻ സ്കീം, അതായത് 5 പ്രധാനപ്പെട്ട വളരെ ഏറെ ചെലവേറിയ മാരകമായ രോഗങ്ങൾക്ക് ചികിത്സ, സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക് ചികിത്സ കൊടുക്കാൻ വേണ്ടി തുടങ്ങിയതാണ് കാരുണ്യ ബെനവളൻ സ്കീം. അതിനെയാണ് ആരോഗ്യ സഹായ പദ്ധതി എന്ന് ഗവൺമെൻറ് പുനർനാമകരണം ചെയ്ത് ഇപ്പോഴും കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ പദ്ധതിയുടെ കീഴിലാണ് അതിലേക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരുപാട് ആശുപത്രികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കും, ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ചിലവൊക്കെ അവർ വഹിക്കും. എന്നിട്ടത് ഈ കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി വഴിയായിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടും. അതാണ് ആ സ്കീം. അപ്പോൾ അത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയാണ് അതിലേക്ക് പേഷ്യൻസിൻ്റെ, അതായത് ആരെങ്കിലുമൊക്കെ പേഷ്യൻസായി അതിൽ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരുടെ രജിസ്ട്രേഷനൊക്കെ എടുക്കുന്നത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി വഴിയായിട്ടാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധയിൽപ്പെടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ആവശ്യത്തിന് വേണ്ട, അതായത് അതിലേക്ക് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ തരാം എന്ന് പറഞ്ഞ് ഏതൊക്കെയോ പ്രൈവറ്റ് ഏജൻസികൾ തിരുവനന്തപുരത്ത് വെച്ച് രജിസ്ട്രേഷൻ എടുക്കുന്നു. ഗവൺമെൻറ് അറിയാതെ തന്നെ സ്വകാര്യ ഏജൻസികൾ രജിസ്ട്രേഷൻ നടത്തുന്നതായിട്ട് കംപ്ലയിൻറ്റ് വരികയും അങ്ങനെ മന്ത്രി ഇടപെട്ട് ആ രജിസ്ട്രേഷൻ നിർത്തിവെക്കുകയും ചെയ്തു. അപ്പം യഥാർത്ഥത്തിൽ ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നു അത് നമ്മൾ കാണുന്നുണ്ട്. ഗുണ്ടാ വിളയാട്ടമാണ് ഈ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം നടക്കുന്നത്. അതുപോലെയുള്ള എല്ലാത്തരം കള്ളത്തരങ്ങളും, അതായത് കാരുണ്യ ബെനവളൻ സ്കീമിലേക്ക് വരെ ഈ കള്ളന്മാർ കടന്നു കയറുന്നു. ഏത് തരം പ്രവർത്തനങ്ങളാണ് ആരോഗ്യരംഗത്ത് നടക്കുന്നത്, ആർക്കൊക്കെയാണ്, അതായത് കാരുണ്യ ബെനവളൻ സ്കീം അനുസരിച്ച് ആ പദ്ധതിയുടെ കീഴിൽ കിട്ടുന്ന സ്വകാര്യ സൗജന്യമായിട്ടുള്ള എല്ലാം കവർന്നെടുക്കാൻ വേണ്ടിയാണ് ഇത്തരക്കാർ വരുന്നത്. ഇതൊക്കെ മൂക്കിന് താഴെ നടക്കുമ്പോഴും നമ്മുടെ മന്ത്രി ഇപ്പോൾ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു, ഇത്ര വരെ എത്തുന്നത് വരെ എന്തുകൊണ്ട് അറിയുന്നില്ല ഈ മേഖലയിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ എന്നാണ് നമുക്ക് അത്ഭുതം തോന്നുന്നത്. അപ്പോൾ ഓർത്തു പോവുകയാണ്, നമുക്കൊരു എയിംസ് ഉണ്ടായിരുന്നെങ്കിൽ, അതായത് സംസ്ഥാനം ഫിസ്ക്കൽ ക്രൈസിസിലേക്ക് വീണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ആരോഗ്യ മേഖലയിൽ ചെലവഴിക്കാൻ പണമില്ലാത്തത്. ഇവിടെ സാംക്രമിക രോഗങ്ങളും പലവിധ രോഗങ്ങളും വന്നും, അതായത് പല പുതിയ രോഗങ്ങളും വരുന്നു പോകുന്നു, കുറച്ച് പേര് മരിക്കുന്നു. ആ തരത്തിൽ ഒരു പ്രത്യേക, അതായത് ആരോഗ്യമേഖല ഒരു ചൂഷിത വലയത്തിലാണ്. അങ്ങനെ ചൂഷിത വലയത്തിൽ ഇരിക്കുമ്പോൾ പോലും ഒരു കൈ സഹായം നൽകാൻ സാധിക്കുന്നില്ല ഗവൺമെൻറ്റിന്.
അത്ര വലിയ പ്രതിസന്ധിയിലാണ് ഗവൺമെൻറ് നിൽക്കുന്നത്. ആ സാഹചര്യത്തിലാണ് നമ്മൾ ആഗ്രഹിച്ചു പോകുന്നത് ഒരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? സർക്കാർ ഫിസിക്കൽ ക്രൈസിസിലായാലും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ്. അതിൻ്റെ ഫണ്ടിങ്ങും എല്ലാം നടത്തുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അപ്പോൾ പാവപ്പെട്ടവർക്ക് അത് വലിയ ഒരാശ്വാസമായി തീരുമായിരുന്നു. ഇപ്പോൾ പാവപ്പെട്ടവർ എവിടെ പോകും? അവർ ഉള്ള വസ്തുക്കളും സ്വത്തുക്കളും എല്ലാം വിറ്റുപോലും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് കയറി ചെല്ലാൻ അവർക്ക് ആർക്കും പറ്റില്ല. അത്രയ്ക്ക് ഭീകരമാണ് അവിടുത്തെ ചെലവുകൾ. ഓരോ ആനയും ആടും പോലെയുള്ള വ്യത്യാസമാണ്. ഏതെങ്കിലും ഒരു മേജർ സർജറിക്ക് വേണ്ടി ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോവുകയോ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലായിരിക്കുകയോ ചെയ്താൽ, അപ്പോൾ അങ്ങനെ ആ മാറ്റം അത്ര വ്യത്യാസമുള്ളത് വഹിക്കാൻ സാധാരണക്കാർക്ക് പറ്റില്ല. സാധാരണക്കാർക്കെന്ന് വെച്ചാൽ നമ്മളെപ്പോലുള്ളവർക്കൊന്നും പറ്റില്ല. അതൊക്കെ വലിയ റിച്ച് ആയിട്ടുള്ളവർക്ക് മാത്രമേ പറ്റൂ. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലാണ് ഓർത്തു പോകുന്നത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എവിടെ വന്നാലും, അതായത് കോഴിക്കോട് വന്നാലും പാലക്കാട് വന്നാലും വയനാട്ടിൽ വന്നാലും തിരുവനന്തപുരത്ത് എവിടെ വന്നാലും ഒന്നുണ്ടായിരുന്നെങ്കിൽ അതൊരു അത്താണിയായിട്ട് ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ പരിണമിച്ചേനെ. പക്ഷേ എന്തുകൊണ്ട് അതിനൊരു നല്ല മാസ്റ്റർ പ്ലാൻ കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് അതിന് നിശ്ചിതമായ രീതിയിൽ 750 ഏക്കർ ഭൂമിയൊക്കെ വേണമെന്ന് പറയുന്നു? അത്രയും ഭൂമിയുള്ള പല സൈറ്റും ഇവിടെയുള്ള പൗരന്മാർ തന്നെ ചൂണ്ടിക്കാണിച്ചു. പക്ഷേ അതിനൊന്നും വീഴാതെ എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിലൊക്കെ ഇത്രയും ചിറ്റമ്മ നയം ഫോളോ ചെയ്യുന്നത് എന്ന് അതിശയത്തോടു കൂടി ഓർത്തു പോവുകയാണ്.